I'm not afraid. I'm not afraid. One step, two step, three step forward. One step, two step, three step backward. Stop. Listen. What's that? Say listen. Stop. Stand in the change. One day a frog got a piece of cake and flew it onto a tree. The frog saw the crow into the cake. The frog wanted the cake and he said, "Oh crow, your voice must be very beautiful. Please let me hear you sing a song." The foolish frog opened his mouth to sing. The piece of cake fell from his beak. The clever frog picked up the cake and ran away. The moral of the story is pride and
എല്ലാവർക്കും നമസ്കാരം. 2024 കടന്നു പോയിരിക്കുന്നു. നമ്മളിന്ന് പുതുവർഷത്തിൻ്റെ സന്തോഷത്തിലാണ്. ഓരോ January 1st, ISRO successfully launches its first X-ray polarimeter satellite XCOSAT to study polarization of intense X-ray source in space. January 6th, ISRO Aditya L1 spacecraft on India first solar mission successfully entering the final orbit around the first sun at approximately 1.5 million kilometers from the Earth. January 12th, Prime Minister Modi inaugurates Mumbai Trans-Harbour Link. January 22, Ram Mandir Prana Pratishtha. The Ram Mandir at Ayodhya in Uttar Pradesh is inaugurated by Prime Minister Modi. January 26, India 78th Republic Day. Macron participated as the chief guest. February 6, an explosion at a firecracker factory in Madhya Pradesh. February 17, ISRO launches the INSAT 3DS metrology satellite. February 27, 2024, Rajya Sabha election. March 1st, Bangalore cafe bombing. March 11, Indian government implemented of the Citizen Amendment. Bank of India. December 12, Mukesh Purvanandi of Chennai becomes the youngest person to win the chess championship. December 25, the death of M.P. Vasudevan Nayak. December 26, our former Prime Minister Manmohan Singh was passed away. Thank you. എല്ലാവർക്കും നമസ്കാരം. 2024 ദേശീയ ദിനം 2025 ആദ്യ ദിവസം. ഓരോ പുതിയ പ്രഭാതങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമുക്ക് നൽകുന്നത് പുത്തൻ പ്രതീക്ഷകളാണ്. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ മനോഹരമാക്കാനും കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്താനും ശരികളിൽ നിന്നും കൂടുതൽ ശരികളിലേക്ക് പോകാനും ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിയണം. കൂടുതൽ അറിവ് നേടാനും മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാനും ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇനി നമുക്ക് 2024 ഒന്ന് കണ്ടുപിടിക്കാം. 2024 ലോകരാഷ്ട്രങ്ങളിലേക്ക് ഒരു തീർന്നു. അങ്ങനെ 2024 കഴിയുന്നത് സംഭവബഹുലമായ 320 ദിവസങ്ങൾ യുദ്ധവും ഭരണമാറ്റവും ഭരണ അട്ടിമറിയും കണ്ട വർഷം. പ്രബലരായ വ്യക്തികൾ പോലും അഴികളിൽ പോയ വർഷം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായി മാറി യുക്രൈൻ. ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും പോളിംഗ് ബൂത്തിൽ പോയ വർഷമായിരുന്നു 2024. ലോകമെമ്പാടും അടുത്ത ദിവസം നമുക്ക്
Good morning, teacher and your friends. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മഴമെട്ടുകാരന്റെയും വനദേവതയുടെയും കഥ. നദിയുടെ അപ്പുറത്ത് മഴമെട്ടുകാരൻ മരമെട്ടുകാരുന്നു. മരമെട്ടുകാരന്റെ കോടാലി തെറിച്ച് നദിയിലടിയെ വീണു. മരമെട്ടുകാരൻ വിഷമിച്ച് നിന്നു. വേഗം വനദേവതയെ വിളിച്ച് തൊഴുതു. വനദേവത വന്ന് മരമെട്ടുകാരനോട് പറയുക, നീ എന്തിനാ വിഷമിക്കുന്നത്? മരമെട്ടുകാരൻ പറഞ്ഞു, എന്റെ കോടാലി തെറിച്ച് നദിയിലടിയെ വീണു. വനദേവത പറയുക, ഞാൻ എടുത്തു തരാം. വനദേവത നദിയുടെ അടിയിൽ പോയി ഒരു സ്വർണ്ണ കോടാലി എടുത്തോണ്ട് വന്നു. വനദേവത പറയുക, മരമെട്ടുകാരനോട് പറയുക, ഇതാണോ നിന്റെ കോടാലി എന്ന്? ഇതുമല്ല എന്റെ കോടാലി എന്ന് പറഞ്ഞു. ദേവത ചിരിച്ചോണ്ട് നദിയുടെ അടിയിൽ പോയി ഒരു വെള്ളിക്കോടാലി എടുത്തോണ്ട് വന്നു. മരമെട്ടുകാരനോട് പറയുക, ഇതാണോ നിന്റെ കോടാലി എന്ന്? ഇതുമല്ല എന്റെ കോടാലി എന്ന് പറഞ്ഞു. ദേവത നദിയുടെ അടിയിൽ പോയി ഒരു യഥാർത്ഥ കോടാലിയായിട്ട് വന്നു. മരമെട്ടുകാരനോട് പറയുക, ഇതാണോ നിന്റെ കോടാലി എന്ന്? ഇത് തന്നെയാണ് എന്റെ കോടാലി എന്ന് പറഞ്ഞു. നീ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് ആ വെള്ളിക്കോടാലി സ്വർണ്ണ കോടാലി തരാം. കൂട്ടുകാരെ, അമ്മ എപ്പോഴും സത്യം മാത്രമേ പറയാവൂ. Good morning, respected sir, all my teachers and my dear friends. Today I am going to tell you about myself. I am Robert. I am a boy. I am 4 years old. I am studying in LKGA. My school name is Vivekananda English Medium School. My class teacher, Miss Subhadya teacher. My family includes me, father, mother, grandfather, and grandmother. My hobbies are playing and watching TV. My favorite color is red. My favorite food is watermelon. Thank you. In the Holiday swimming competition, on the way there was a hurdle. They could not jump over it. They struggled and failed. ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം പറയാവോ?
രാത്രിയോടും തീപ്പന്ത്. രാത്രിയോടും തീപ്പന്ത്. മിന്നാമിന്ന്. അമ്മയ്ക്ക് വാലില്ല, മക്കൾക്കെല്ലാം വാലുണ്ട്. ഒരു തുപ്പി രണ്ടെണ്ണം. മുട്ട. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു കഥ പറയാം. എല്ലാവരും കേൾക്കോ? ശ്രദ്ധിച്ച് കേൾക്കിട്ടോ? ഒരു കാക്ക ആകാശത്തോട് ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് നദിയിൽ നീന്തി കളിക്കുന്ന ഒരു അരയന്നത്തെ കണ്ടു. കാക്ക മനസ്സിൽ പറഞ്ഞു, എന്തു ഭംഗിയുള്ള പക്ഷിയാണ്, എന്നെ കണ്ടു നോക്കി ഒരു ഭംഗിയുമില്ല. അപ്പോൾ ഈ കാര്യം അരയന്നത്തോട് തന്നെ ചെന്ന് പറയാമെന്ന് കാക്ക വിചാരിച്ചു. കാക്ക അരയന്നത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷി നീ തന്നെയാണ്. അപ്പോൾ അരയന്നം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു തത്തയെ കാണുന്നത് വരെ മാത്രം. തത്തയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷി. അപ്പോൾ തന്നെ കാക്ക ആരെ കാണാൻ പോയി? തത്തയെ കാണാൻ പോയി. തത്തയെ കണ്ടപ്പോൾ തത്തയോടും ഇതുപോലെ പറഞ്ഞു, നീയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷി. എന്നെ നോക്കൂ, കറുത്ത്, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. അപ്പോൾ തത്ത പറഞ്ഞു, ശരിയാണ്, ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്, മയിലിനെ കാണുന്നത് വരെ. മയിലാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷി. അന്ന് തന്നെ കാക്ക വിചാരിച്ചു മയിലിനെ കാണുക തന്നെ. കുറേ ദിവസം അലഞ്ഞിട്ടും മയിലിനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പക്ഷി സങ്കേതത്തിൽ ഒരു കൂട്ടില് മയിൽ കിടക്കുന്നത് കണ്ടു. കുറേ ആളുകൾ മയിലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കാക്ക മയിലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനും ഭാഗ്യവാനുമായ പക്ഷി. എന്നെ നോക്കൂ, എന്നെ കാണുമ്പോൾ ആളുകൾ എൻ്റെ അടുത്തോട്ട് വരാറേയില്ല, അതേസമയം നിന്നെ കാണാൻ എത്ര ആളുകളാണ് നിൽക്കുന്നത്. അപ്പോൾ മയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ ഭാഗ്യക്കേടും. ഞാൻ സുന്ദരനായ പക്ഷിയൊക്കെയാണ്, പക്ഷേ നോക്കൂ, ഞാൻ ഈ കൂട്ടിലാണ് കിടക്കുന്നത്. ആളുകൾ എന്നെ കാണാനും വരുന്നുണ്ട്, പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ പറക്കാനോ ഒന്നും കഴിയുന്നില്ല. ഞാൻ കരുതുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരന ഭാഗ്യവാനുമായ പക്ഷി നീയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒരു കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എന്നാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ കാക്കയ്ക്ക് സന്തോഷമായി. കാക്ക ആകാശത്തേക്ക് പറന്നുപോയി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. നമ്മൾക്കുള്ള കഴിവുകളിൽ നമ്മൾ തൃപ്തിപ്പെട്ട് അതിൽ ഏറ്റവും മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. കയ്യടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വീരന്മാരുണ്ട്. അവരെ വിളിക്കേണ്ട പേര് കയ്യടി വീരന്മാർ. 4ാം ക്ലാസ്സിലെ 4B ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഇവിടെ പ്രതിജ്ഞ ചൊല്ലിയപ്പോ അത് തെറ്റിപ്പോയി. ആ കുട്ടി ഇന്ന് കയ്യടിച്ചതാണ്. പക്ഷെ LKG കുട്ടി ഇന്നത്തെ പ്രതിജ്ഞ ഒരു തെറ്റുമില്ലാതെ ചൊല്ലി. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിലെ പ്രതിജ്ഞയിലെ കുട്ടിയൊന്ന് കൈവെക്ക്. കൊച്ചു കൂട്ടുകാർക്ക് വായിക്കത്തക്കവണ്ണമുള്ള നല്ലൊരു പുസ്തകം ഉണ്ണിക്കുട്ടന്റെ ലോകം. അത് 299 രൂപ വില. ആ കുട്ടി നമ്മുടെ സ്കൂളിന്റെ ലൈബ്രറിക്ക് ഈ പുസ്തകം സംഭാവന ചെയ്യിക്കും. നമുക്ക് ആ കുട്ടിക്ക് പിറന്നാൾ ആശംസകളുണ്ട്. അന്നേരം കൈയിരിക്കാം. മറ്റൊന്നാണ്